ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലെങ്ങനെയാണ് സുഖിയൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 വിസിലടിച്ചിട്ടാണ് പയർ വേവിക്കുന്നത്. അപ്പോൾ ഓരോ കുക്കറിലും പയർ വെന്ത് കിട്ടുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് പയർ വേവിച്ചെടുക്കേണ്ടത്. അധികം ഉടഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വെന്ത് കിട്ടും വേണം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുത്തിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നാളികേരം ചെയ്തിട്ട് സുഖിയൻ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പയർ വേവിക്കുമ്പോൾ വെള്ളം എങ്ങാനും കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ സമയത്ത് നന്നായി ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ശർക്കര നീരെല്ലാം വറ്റി വന്നിട്ട് പയറെല്ലാം നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലൊരു മാവ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് വേണ്ടത്. ഒരുപാട് കട്ടിയല്ല, എന്നാൽ ഒരുപാട് ലൂസല്ലാത്ത രീതിയിലുള്ളത്. ഇനി ചെറുപയറൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കിയിട്ട് ഇത് ഉരുട്ടിയെടുക്കാം. ചെറുപയറെല്ലാം ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോൾസ് എടുത്തിട്ട് മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് നേരെ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ചെറുപയറെല്ലാം തന്നെ വെന്തിട്ടുള്ളത് കൊണ്ട് പിന്നെ പുറം ഭാഗത്തെ മാവ് മാത്രം ഒന്ന് ആയി കിട്ടേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ സുഖിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ സുഖിയനും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.